നമുക്കിന്ന് മറ്റൊരു നാടൻ റെസിപ്പി നോക്കിയാലോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ നാടൻ ഫുഡ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ചേമ്പാണ്. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ചേമ്പും കായയും ഒക്കെ മീനിൽ ചേർത്ത് കറി വയ്ക്കുന്നതെന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം തന്നെ ചേമ്പ് നല്ല വൃത്തിയായി കഴുകിയിട്ട് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അതിൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ അരപ്പിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് അതുകൂടെ ചേർത്ത് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. 2 കുടംപുളി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സാൽമണാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെന്താ, ഞാൻ ഇതിൽ 2 കുടംപുളി ചേർത്തത് ഞാനിതിൽ കുറച്ച് പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 കുടംപുളി എക്സ്ട്രാ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ മാത്രം ചേർത്താൽ മതിയാവും. മാങ്ങയില്ലെങ്കിൽ കുടംപുളി പുളിക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 8 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചേമ്പ് വെന്തോ എന്ന് അറിയാനായിട്ട് നോക്കി. നന്നായിട്ട് വെന്തു. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് പുറകോട്ടായിട്ട് തോന്നി. ഞാൻ ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കടുക് താളിച്ച് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ തന്നെ സെർവ് ചെയ്യില്ല. ഞാനൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ മീൻ കറി എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ അടുത്ത നേരത്തേക്ക്. കണ്ടോ, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കറി നന്നായി കുറുകി നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് മീൻ കറി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ആ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.